നമസ്കാരം. ഇന്ന് ഒക്ടോബർ 20 ദീപാവലി ദിവസം രാവിലെ 10:10 ഇന്ന് ഗോൾഡിൻ്റെ പ്രൈസ് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 3.5% കറക്ഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ലൈക്ക് ഇന്ത്യൻ മാർക്കറ്റ്സിൻ്റെ കേസിലാണ്, ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിൽ. സോ പൊതുവേ എല്ലാവരും പറയാറുണ്ട് ലൈക്ക് ഗോൾഡ് ഒരു നല്ലൊരു അസറ്റ് ക്ലാസ് ആണ്. ഈ പോയിന്റിൽ എത്രയാണെന്ന് അറിയില്ല, കാരണം ഓൾറെഡി ഒരു അസറ്റ് ക്ലാസ് കുറേ റാലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്ര വൈസായിട്ടുള്ള ഡിസിഷൻ ആണോ എന്ന് അറിയില്ല. ഓക്കെ, സോ ഇപ്പോൾ ഗോൾഡിൻ്റെ കേസിൽ ഗോൾഡ് ജ്വല്ലറി ആയിട്ട് വാങ്ങുന്നതിനേക്കാളും നല്ലത് ജ്വല്ലറി അല്ലാതെ വാങ്ങി വെക്കുക എന്നുള്ളതാണ്. നോൺ ഫിസിക്കൽ ഫോമിൽ ജ്വല്ലറി ഗോൾഡ് മേടിക്കാൻ കഴിയും. അപ്പോൾ ഗോൾഡ് നോൺ ഫിസിക്കലി മേടിക്കണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് വഴി മേടിക്കാം, അല്ലെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇക്വിറ്റി ട്രേഡ് ഫണ്ട്സ് ആയിട്ട് മേടിക്കാം. ആക്ച്വലി മ്യൂച്വൽ ഫണ്ട്സ് ഇൻഡയറക്റ്റ്ലി ഒരു ഇക്വിറ്റി ട്രേഡ് ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ വേറെ കുറച്ച് ആപ്സ് കറൻ്റ്ലി ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. നമുക്ക് മേടിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഗോൾഡ് ഡെലിവറി തന്നെ എടുക്കാൻ പറ്റുന്ന അങ്ങനെയുണ്ട്. ഞാൻ പ്രിഫർ ചെയ്യുന്ന ETFs ആണ്, കാരണം നമ്മുടെ സ്റ്റോക്സിൻ്റെ പോലെ അത്രയും ചാർജസ് ഇല്ല, വെറുതെ ഡെപ്പോസിറ്ററി ചാർജസ് മാത്രം മതി. ETFs പിന്നെ ഗോൾഡിൻ്റെ പ്രൈസിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നോളും. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ആൻഡ് വി ഡോണ്ട് ഹാവ് ദി ഹസിൽ ഓഫ് സ്റ്റോറിങ് ഇറ്റ്. ഫിസിക്കലി സ്റ്റോർ ചെയ്യുന്ന പ്രശ്നമില്ല. അതേപോലെ തന്നെ ലൈക്ക് പണിക്കൂലിയുടെ പ്രശ്നമൊന്നും വരുന്നില്ല, ചെറിയൊരു ഡെപ്പോസിറ്ററി ചാർജസിൻ്റെ ആണ്. സോ ഇതിനെപ്പറ്റി സംസാരിക്കാനാണ്. പക്ഷേ ഈ ഒരു കറണ്ട് പോയിന്റിൽ ഗോൾഡിൻ്റെ റാലി ഒരു പുൾ ബാക്ക് ഉണ്ട്. ഇത് എത്രത്തോളം പുൾ ബാക്ക് ചെയ്യുമെന്ന് അറിയില്ല. സോ അത്രേ ഉള്ളൂ. സോ ഹാപ്പി ദിവാലി. താങ്ക്സ്. നമസ്കാരം. ഒരു കാര്യം പറയാനാണ്. ഇൻ ടേംസ് ഓഫ് ലിക്വിഡിറ്റി, അതായത് നമ്മൾ സെല്ല് ചെയ്തിട്ടാൽ അപ്പോൾ വിറ്റ് പോകുന്ന ETFs ഏറ്റവും ബെസ്റ്റ് ഇന്ത്യയിൽ ഗോൾഡ് ബീസും സിൽവർ ബീസുമാണ്. ഓക്കെ, ഗോൾഡ് ബീസ് ഫോർ ഗോൾഡാണ്, സിൽവർ ബീസ് ഒബ്വിയസ്ലി നെയിമിനനുസരിച്ച് സിൽവർ ബീസാണ്. അപ്പോൾ നമ്മളൊരു സെൽ ഓർഡർ ഇട്ടാൽ അപ്പോൾ തന്നെ ബൈ ആകും. വേറെ പല ETFs മാർക്കറ്റിലുണ്ട്, പക്ഷേ ഇൻ ടേംസ് ഓഫ് ലോഞ്ചിവിറ്റി ആൻഡ് ലിക്വിഡിറ്റി ദീസ് ഗോൾഡ് ബീസും സിൽവർ ബീസുമാണ് ബെസ്റ്റ്. താങ്ക്സ്.